നമസ്കാരം. AI സിസ്റ്റങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ജോലികളെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു AI സിസ്റ്റത്തിന് കോടിക്കണക്കിന് ഡാറ്റകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്നുള്ളത്. മനുഷ്യൻ വർഷങ്ങളും മാസങ്ങളും എടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയെ AI സിസ്റ്റത്തിന് കണ്ണടച്ചു തുറക്കുന്ന വേഗത കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ AI സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്കതിനൊരു ഉദാഹരണം നോക്കാം. 2013 സിറിയയിലുള്ള കുറച്ച് ഹാക്കർമാർ അസോസിയേറ്റ് പ്രസിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലോട്ട് നുഴഞ്ഞു കയറി. അവർ ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി. വൈറ്റ് ഹൗസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഒബാമ അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞൊരു ട്വീറ്റ് അവർ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ വാർത്തകളെയെല്ലാം അനലൈസ് ചെയ്യുന്ന AI അൽഗോരിതങ്ങൾ പെട്ടെന്ന് ഈ ട്വീറ്റ് കാണുകയും നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ വെറും 3 മിനിറ്റ് കൊണ്ട് ആയിരക്കണക്കിന് ഓഹരികൾ വിറ്റഴിക്കുകയുണ്ടായി. ഡൗ ജോൺസ് ഈ പറഞ്ഞ 3 നിമിഷം കൊണ്ട് 150 പോയിൻറ്റോളമാണ് ഇടിഞ്ഞ് താഴത്തോട്ട് പോയത്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അസോസിയേറ്റ് പ്രസ് ഒരു പ്രസ്താവന ഇറക്കി. ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതാണ്, റിയലായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രസ്താവന ഇറക്കി. അതിനുശേഷം ഈ ഡൗ ജോൺസ് അതേപോലെ തന്നെ തിരിച്ചു കയറുകയുണ്ടായി. കാരണം ഈ AI സിസ്റ്റം ഈ ന്യൂസുകളെ അനലൈസ് ചെയ്തൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് അറിഞ്ഞപ്പോൾ വിറ്റ ഓഹരികളെയെല്ലാം പെട്ടെന്ന് തന്നെ വാങ്ങുകയും ചെയ്തു. അതായത് ഒരു 6 മിനിറ്റ് കൊണ്ട് സംഭവിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മനുഷ്യർക്കാണെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ 6 മിനിറ്റ് കൊണ്ട് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ കഴിയുകയില്ല. AI സിസ്റ്റങ്ങൾ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ വീഴ്ചകളും വലിയ കയറ്റങ്ങളും ഒക്കെയാണ് നടക്കാനുള്ള സാധ്യത ഉണ്ടാവുക. ഇതുപോലുള്ള അൽഗോരിതങ്ങൾക്ക് നമ്മുടെ പണത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അധികാരം കൊടുത്തപ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചു എന്നുള്ളതിന് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എന്താണ് എന്നല്ലേ? നമ്മുടെ പണം അതിനോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കാൻ പറ്റിയ സ്ഥലം, എവിടെ നിക്ഷേപിച്ചാലാണ് കൂടുതൽ ലാഭമുണ്ടാകുക എന്ന് നമ്മൾ ഒരു AI അൽഗോരിതത്തോട് ചോദിക്കുമ്പോൾ അവ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് AI-യുമായി റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. നമ്മൾ മനുഷ്യരുടെ അല്ലെങ്കിൽ നിക്ഷേപകരുടെ പണമെല്ലാം കൂടുതൽ ചെല്ലുന്നത് AI റിലേറ്റഡായ കമ്പനികളിലോട്ടാണ്. ആ കമ്പനികൾക്ക് കൂടുതൽ പണം ലഭിക്കുകയും അവരുടെ റിസർച്ചും ഡെവലപ്മെൻറ്റൊക്കെ കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുകയും അങ്ങനെ AI മേഖലയിലോട്ട് വളർച്ച തിരിച്ചുവിടാനായിട്ട് ഈ AI അൽഗോരിതങ്ങൾക്ക് കഴിയും. അതായത് സ്വജനപക്ഷപാതം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത് ആ രീതിയിലോട്ട് മനുഷ്യരുടെ ലക്ഷ്യങ്ങളെ വഴിതിരിച്ചു വിടുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് AI അൽഗോരിതങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കാൻ പോകുന്നത്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ AIയുടെ ഡയറക്ഷനിലോട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് പിന്നീട് ആ രീതിയിൽ തീരുമാനങ്ങളെടുത്ത് അവർക്ക് വളർച്ച കിട്ടുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ AI നിയന്ത്രിച്ച് നിർത്താമെന്നൊക്കെ മനുഷ്യൻ കരുതിയാൽ ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല. കാരണം ഇത് സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന റോബോട്ടുകളാണ്. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു അൽഗോരിതം സിസ്റ്റമാണിത്. കാരണം മനുഷ്യൻ ഇതുവരെ കൈവരിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ആ കഴിവുകളാണ് നമ്മൾ AI അൽഗോരിതങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭാവിയെ AI അൽഗോരിതങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയും, അവർക്ക് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊക്കെ എക്സ്പേർട്സ് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് AI എന്നാണ് പല പ്രമുഖരായിട്ടുള്ള ആളുകളും പറയുന്നത്. നമുക്കെന്തായാലും ഈ ഒരു യാത്രയെ തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല. നിങ്ങളിൽ കുറച്ച് പേർ ഞാനിനി AI ഉപയോഗിക്കണില്ല എന്നൊരു തീരുമാനമെടുത്തത് കൊണ്ടൊന്നും ഇതിൽ മാറ്റം ഉണ്ടാവുകയില്ല. കാരണം ലോകം ആ ഒരു ഡയറക്ഷനിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞു. AI ആണ് ഇപ്പോൾ മനുഷ്യൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അത് ഓൾറെഡി നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു.
അപ്പോൾ നമ്മളത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതിൽ കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്മാർട്ട് ഫോണിൻ്റെ കാര്യം ഓർത്ത് നോക്കിയാൽ മതി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ ഫോൺ ഉപയോഗിക്കാതെ മനുഷ്യന് ജീവിക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? വളരെ പാടാണ്. പണവുമായി നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാറില്ല. നമ്മളിപ്പോഴെല്ലാം ഓൺലൈൻ വഴിയാണ് ട്രാൻസാക്ഷൻസും സാധനങ്ങൾ വാങ്ങുന്നതും എല്ലാം ചെയ്യുന്നത്. ഒരു ഫോണില്ലാതെ ഇപ്പോൾ ഒരു മനുഷ്യന് ജീവിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അതെല്ലാവരും ബോധപൂർവമായി ഫോൺ ഉപയോഗിക്കുകയായിരുന്നില്ല. അത് പതുക്കെ നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരികയായിരുന്നു. അത് തന്നെ കടന്നു വരികയായിരുന്നു. അതുപോലെ തന്നെയാണ് AI സിസ്റ്റം. നിങ്ങൾക്ക് അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല. അത് നമ്മുടെ മുന്നിലോട്ട് പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയും നമ്മളെ ആ വഴിക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.